ശിവൻ എന്തിനാണ് ചന്ദ്രനെ തലയിൽ വയ്ക്കുന്നതെന്നറിയാമോ? ചന്ദ്രൻ നക്ഷത്രങ്ങളെ സൂചിപ്പിക്കുന്ന ദക്ഷന്റെ 27 പുത്രിമാരെയും വിവാഹം കഴിച്ചു. എന്നാൽ ചന്ദ്രന് തന്റെ ഭാര്യമാരിൽ രോഹിണിയോട് മാത്രമായിരുന്നു കൂടുതൽ സ്നേഹം. ബാക്കിയുള്ള 26 പേരെയും ചന്ദ്രൻ അവഗണിക്കാൻ തുടങ്ങിയപ്പോൾ തങ്ങളുടെ സങ്കടം പുത്രിമാർ പിതാവായ ദക്ഷനെ അറിയിച്ചു. അദ്ദേഹം ചന്ദ്രനെ പലതവണ തിരുത്താൻ ശ്രമിച്ചെങ്കിലും ചന്ദ്രൻ അത് അനുസരിച്ചില്ല. ഇതിൽ കോപിഷ്ഠനായ ദക്ഷൻ ചന്ദ്രന്റെ ഭംഗിയും പ്രകാശവും നശിച്ചു പോകട്ടെ എന്നും ചന്ദ്രൻ ക്ഷയിച്ചു പോകട്ടെ എന്നും ശപിച്ചു. ശാപം കാരണം ചന്ദ്രന്റെ പ്രകാശം മങ്ങി ക്ഷയിച്ച് ഇല്ലാതാകാൻ തുടങ്ങി. രക്ഷയ്ക്കായി ചന്ദ്രൻ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ചെന്ന് കണ്ടു. എന്നാൽ ദക്ഷന്റെ ശാപം നേരിട്ടു മാറ്റാൻ അവർക്ക് കഴിയില്ലായിരുന്നു. സ്രഷ്ടാവും സംരക്ഷകനും കൈവിട്ടതോടെ ചന്ദ്രൻ സർവ്വവും ഉപേക്ഷിച്ച് ശിവന്റെ പാദങ്ങളിൽ വീണു. എല്ലാം നഷ്ടപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട് വിറച്ചു നിൽക്കുന്ന ചന്ദ്രനെ കണ്ടപ്പോൾ ഭഗവാന് കരുണ തോന്നി. തന്റെ പാദങ്ങളിൽ വീണ ചന്ദ്രനെ ശിവൻ തന്റെ ശിരസിലേക്കുയർത്തി പ്രതിഷ്ഠിച്ചു. ലോകം മുഴുവൻ ഒരു ശാപഗ്രസ്തനായി മാറ്റി നിർത്തിയ ചന്ദ്രനെ ഭഗവാൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആഭരണമാക്കി മാറ്റി. ദക്ഷന്റെ ശാപം പൂർണ്ണമായി മാറ്റാൻ ശിവന് കഴിയില്ലായിരുന്നു. അതിനാൽ അദ്ദേഹം ഒരു പോംവഴി കണ്ടെത്തി. ദക്ഷന്റെ ശാപഫലമായി 15 ദിവസം ചന്ദ്രൻ ക്ഷയിക്കുമെന്നും എന്നാൽ അടുത്ത 15 ദിവസം ചന്ദ്രൻ തിരിച്ചു വളരുമെന്നും ശിവൻ അനുഗ്രഹിച്ചു. ഇതോടെ ചന്ദ്രന് മരണമില്ലാതാവുകയും പ്രപഞ്ചത്തിൽ എന്നെന്നും നിലനിൽക്കാൻ സാധിക്കുകയും ചെയ്തു. അഭയം തേടി വരുന്നവരാരായാലും അവർ ചെയ്ത തെറ്റുകൾ നോക്കാതെ അവരെ ചേർത്ത് പിടിക്കുന്നവനാണ് ഭഗവാൻ ശിവൻ. അതുകൊണ്ടാണ് ലോകം അദ്ദേഹത്തെ ഭക്തവത്സലനെന്നും ആശ്രിതവത്സലനെന്നും വിളിക്കുന്നത്. നിങ്ങൾ ശിവഭക്തരാണെങ്കിൽ ഓം നമഃ ശിവായ എന്ന് താഴെ കമന്റ് ചെയ്യൂ.